ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈരാശ്വരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിര. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ നോ ദ പ്ലാൻ വേൾഡ് ക്ലോസ്ലി, അതായത് സസ്യലോകത്തെ അടുത്തറിയാം. അപ്പം നമുക്കൊന്ന് സസ്യലോകത്തെ അടുത്തറിഞ്ഞാലോ? നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ദ വെക്കേഷൻ ഈസ് ഓവർ. How exciting it is to go to school with an umbrella, playing in the rain. അവധിക്കാലമൊക്കെ കഴിഞ്ഞ് ഇനി മഴയത്ത് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു ടൈം എത്തിക്കഴിഞ്ഞു. വെൻ ഡിഡ് യു വേക്ക് അപ്പ് ടുഡേ? ആ ഒരു സമയത്ത് ഇന്ന് നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത്? ഡിഡ് യു ടേക്ക് ഇനഫ് ഫുഡ് ബിഫോർ കമ്മിങ് ടു സ്കൂൾ? നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിരുന്നോ? വാട്ട് ഡിഡ് യു ഈറ്റ് ടുഡേ? ഇന്ന് നിങ്ങൾ എന്താ കഴിച്ചത്? ട്രൈ ടു റൈറ്റ് ഇറ്റ് ഡൗൺ. ഇന്ന് കഴിച്ച കാര്യങ്ങളൊന്ന് എഴുതാനാണ് പറയുന്നത്. വിച്ച് എമംഗ് ദീസ് ഫുഡ് ഐറ്റംസ് ഡിഡ് യു ഗെറ്റ് ഫ്രം പ്ലാന്റ്സ്? നിങ്ങൾ ഇന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസ്, ആ ഒരു ആഹാര സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സസ്യങ്ങളിൽ നിന്നാണ് ലഭിച്ചത്. ദ പിക്ചർ ഷോസ് ഡൈവേഴ്സ് ഫുഡ് മെറ്റീരിയൽസ്. മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചറിൽ ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളുണ്ട്. ഫ്രം വേർ ഡു വി ഗെറ്റ് ദം? നമുക്ക് ഈ ഒരു ആഹാര പദാർത്ഥങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? All are parts of plants, aren't they? Are you able to identify these plants? Tabulate them down in your science diary. അതായത് മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നതാണോ? ഒരു ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്? ഏതൊക്കെ ഭാഗങ്ങളാണ്, ഒരു പ്ലാന്റിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? അവ ഏതൊക്കെ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? റൂട്ട് അവിടെ തന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും? അപ്പോൾ അതുപോലെ ഒരു സസ്യത്തിൻ്റെ സ്റ്റെം ഉപയോഗിക്കും, ലീഫ് ഉപയോഗിക്കും, ഫ്രൂട്ട് ഉപയോഗിക്കും, ഫ്ലവർ ഉപയോഗിക്കും, സീഡ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഒരു സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു സസ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുമെന്നുള്ള ആ ഒരു പോയിൻ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തൊട്ട് താഴെയായിട്ട് നോക്കൂ. ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് അമാരന്തസ് ഫോർ അവർ ഫുഡ്? നമ്മൾ അമാരന്തസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചീര. അപ്പോൾ ചീരയുടെ ഇല മാത്രമേ നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നുള്ളൂ. ഹാവൻ യു സീൻ കോളിഫ്ലവർ? വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ്? നിങ്ങൾ കോളിഫ്ലവർ കണ്ടിട്ടുണ്ടോ? കോളിഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവറിൻ്റെ ഏത് പാർട്ടാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ആഡിങ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ഹൂസ് സ്റ്റെംസ് ആൻഡ് ഫ്ലവേഴ്സ് വി യൂസ് ആസ് ഫുഡ്. എന്താ പറയുന്നത്? നാം ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റെമ്മ്, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവർ, ഇവ ഉപയോഗപ്പെടുത്തുന്ന സസ്യങ്ങളെ കൂടി ചേർത്തിട്ട് ഒരു പട്ടിക തയ്യാറാക്കാനാണ് പറയുന്നത്. വി യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. ദ എഡിബിൾ പാർട്ട് ഇൻ ഈച്ച് പ്ലാന്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മൾ ഓരോ സസ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഓരോ ഭാഗങ്ങളും നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷേ എല്ലാ സസ്യത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളും നമുക്ക് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ റൂട്ട് ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുള്ള പ്ലാന്റുകൾ വേറെയായിരിക്കും, സ്റ്റെം ഉപയോഗിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുള്ള പ്ലാന്റുകൾ വേറെയായിരിക്കും. അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. റൂട്ടിൽ വരുന്ന ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ടാപ്പിയോക്കയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഇമേജില്ലേ, അതിൽ നമ്മൾ മരച്ചീനിയാണ് കാണിക്കുന്നത്. അത് നമ്മൾ റൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. വേറെ ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങളുണ്ട്? ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, ഇവയെല്ലാം റൂട്ടിൽ വരുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ്. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കരിമ്പ്. അതുപോലെ എലിഫൻറ്റ് ഫ്രൂട്ട് യാം, അതായത് ചേനയുടെ തണ്ട് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കും. ഇനി നമ്മൾ ഏതൊക്കെ പ്ലാന്റിൻ്റെ ലീഫാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് നോക്കുന്നത്. സ്പിനാച്ച്, ക്യാബേജ്, പംകിൻ, കറി ലീഫ് ആൻഡ് അമരാന്തസ്, ഇതൊക്കെ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ലീവ്സുകളാണ്. ഇനി ഏതൊക്കെ പ്ലാന്റിൻ്റെ സീഡുകളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. റൈസ്, വീറ്റ്, അതുപോലെ തന്നെ മെയ്സ്. എന്താണ്? നെല്ല്, ഗോതമ്പ്, ചോളം, ഇവ മൂന്നും നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന സീഡുകളാണ്. ഇനി ഏതൊക്കെ പ്ലാന്റിൻ്റെ ഫ്രൂട്ടുകളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം.
പംകിൻ അതായത് മത്തൻ, കുക്കുംബർ ആൻഡ് ജാക്ക് ഫ്രൂട്ട്. നമ്മളിതുവരെ ഒരു പ്ലാന്റിൻ്റെ റൂട്ട്, അതുപോലെ സ്റ്റെമ്മ്, ലീഫ്, സീഡ്, ഫ്രൂട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. വെറും ഫ്രൂട്ട് വരെ മാത്രമാണോ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്? അല്ലല്ലോ, നമ്മളൊരു പ്ലാന്റിൻ്റെ ഫ്ലവറും ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റിൻ്റെ ഫ്ലവറുകളാണ് നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. കോളിഫ്ലവർ, ബനാന, മുരിങ്ങ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫ്ലവറുകൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ്. ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്? എല്ലാ പ്ലാന്റ്സും ഭക്ഷ്യയോഗ്യമാണോ? ഒബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന ആ ഒരു പ്ലാന്റ്സ് ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. താഴെ കുറച്ച് ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഇമേജിൽ കാണുന്നവ ഏതിനത്തിൽപ്പെടുന്നതാണ്? സ്പൈസസ് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. എന്താണ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സുഗന്ധവ്യഞ്ജനങ്ങൾ. പെപ്പർ, ക്ലൗസ്, ടർമറിക്, ജിഞ്ചർ, കാർഡമം ഇവയെല്ലാം സ്പൈസസ് ആണ്. അപ്പോൾ എന്താണ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്പൈസസ് ഇസ് എ സീഡ്, ഫ്രൂട്ട്, റൂട്ട്, bark or other plant substance primarily used for flavoring or coloring food. It also increases the taste and quality of the food. അതായത് സ്പൈസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വിത്തായിരിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ടായിരിക്കാം, റൂട്ടായിരിക്കാം, ബാർക്കായിരിക്കാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സസ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഫുഡിൻ്റെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട്, കളർ കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്പൈസസ് ഉപയോഗിക്കുന്നത്. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഇഞ്ചി, ഏലക്കായ ഇവയെല്ലാം സ്പൈസസിൽ പെടുന്നവയാണ്. വി മേക്ക് യൂസ് ഓഫ് പ്ലാന്റ്സ് ആസ് സ്പൈസസ്, മെഡിസിൻസ് ആൻഡ് ഫോർ മെനി അതർ പർപ്പസസ്. എന്താണ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ മെഡിസിൻ പ്ലാന്റ് ആയിട്ട്. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങൾ, മെഡിസിൻ പ്ലാന്റ് ആയിട്ട് മറ്റു പല ആവശ്യങ്ങൾക്കായിട്ടും നമ്മൾ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. Look at the picture. Common plants like Adatoda, curry leaf plant, hibiscus, kurundoti, panikurka, neem and touch-me-not are shown in the picture. അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചറിൽ നമ്മൾ ആടലോടകം, അതുപോലെ തന്നെ കറി ലീഫ് അതായത് കറിവേപ്പില, ചെമ്പരത്തി, കുറുന്തോട്ടി, പനിക്കൂർക്ക, ആര്യവേപ്പ്, തൊട്ടാവാടി ഇവയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ ഏത് തരത്തിലുള്ള പ്ലാന്റിൻ്റെ കൂട്ടത്തിലാണ് പെടുന്നത്? സ്പോട്ട് ഔട്ട് ദീസ് പ്ലാന്റ്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ് ആൻഡ് ടാബ്ലറ്റ് ദ യൂസ് ഇൻ യുവർ സയൻസ് ഡയറി. ക്യാൻ വി ഇമാജിൻ എ വേൾഡ് വിത്തൗട്ട് പ്ലാന്റ്? അതായത് നിങ്ങളുടെ ചുറ്റും ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇമേജിൽ കണ്ടിട്ടുള്ള പ്ലാന്റൊക്കെ നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സ് തന്നെയാണ്. ആടലോടകം ഉണ്ടായിരിക്കും, അതുപോലെ തൊട്ടാവാടി പൂ ഉണ്ടായിരിക്കും. അങ്ങനെ ഇവയൊക്കെ ഏത് തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിലാണ് പെടുന്നത്? അത് ഏതാണ് കണ്ടെത്തിയിട്ട് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവ ഏത് പ്ലാന്റ് ആണ്? മെഡിക്കൽ പ്ലാന്റ്സ് ആണ്. ആഡതോഡ, കറി ലീഫ്, ഹിബിസ്കസ്, കുറുന്തോട്ടി, പനിക്കൂർക്ക, നീം, ടച്ച്-മീ-നോട്ട് ഇവയെല്ലാം മെഡിക്കൽ പ്ലാന്റ്സ് ആണ്. ഓൾ അനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്. എല്ലാ അനിമൽസും ആഹാരത്തിനായിട്ട് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലാന്റ്സിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ അനിമൽസും ആഹാരം കഴിക്കുന്നത്. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ us. പ്ലാന്റ്സ് ആണ് എല്ലാ അനിമൽസിനും ഫുഡ് നൽകുന്നത്. ബട്ട് വേർ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം? പക്ഷേ ഈ ഒരു പ്ലാന്റ്സിന് എവിടെ നിന്നായിരിക്കും ഫുഡ് ലഭിക്കുന്നത്? ദേ ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം ഫോട്ടോസിന്തസിസ്. അവർക്ക് ആഹാരം ലഭിക്കുന്ന എവിടെ നിന്നാണ്? ഫോട്ടോസിന്തസിസിലൂടെയാണ് പ്ലാന്റ്സിന് ആഹാരം ലഭിക്കുന്നത്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രകാശ സംശ്ലേഷണം. നിങ്ങൾ ഈ ഒരു വാക്ക് മുൻപ് കേട്ടിട്ടുണ്ടോ? പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. അതായത് ഓരോ പ്ലാന്റും അവയുടെ വേരുകളുടെ സഹായത്തോടെ ജലം വലിച്ചെടുക്കുന്നു. ദിസ് വാട്ടർ കണ്ടെയ്ൻസ് വാരിയസ് മിനറൽസ്. ഈ ഒരു ജലത്തിൽ എന്തുണ്ടായിരിക്കും? മിനറൽസ് ഉണ്ടായിരിക്കും. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ത്രൂ മിനിറ്റ് പോർസ് പ്രസൻറ്റ് ഇൻ ദെയർ ലീവ്സ്. അതായത് ഇലകളിലുള്ള ചെറിയ ദ്വാരത്തിലൂടെ പ്ലാന്റ്സ് എന്ത് വലിച്ചെടുക്കുന്നുണ്ട്? അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിങ് ഫുഡ്. ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ജലത്തിൽ നിന്നുള്ള ആ ഒരു ലവണങ്ങളും എല്ലാം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്.
പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദർ ലീവ്സ്. എവിടെ വെച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്? ഇലകളിൽ വെച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്നുള്ളത് മനസ്സിലായില്ലേ? വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ പ്ലാന്റ്സ് യൂസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ആൻഡ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ലീവ്സ് കോൾഡ് ക്ലോറോഫിൽ ആർ എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് സൂര്യപ്രകാശവും ഇലകളിലുള്ള ഹരിതകം എന്ന ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹരിതകം. ഇലകളിൽ പച്ചനിറം നൽകുന്ന ആ ഒരു പിഗ്മെന്റ് ആണ് ഹരിതകം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിതകത്തിൻ്റെയും കൂടെ സഹായത്തോടു കൂടിയിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ദ പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ്. ഈ ഒരു ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് മാത്രമല്ല ഓക്സിജൻ കൂടി ഉണ്ടാകുന്നുണ്ട്. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് അലോങ് വിത്ത് ദീസ് ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ഡേ ടൈം. എന്നിട്ട് ഈ ഉണ്ടാകുന്ന ഓക്സിജൻ എന്താ ചെയ്യുന്നത്? പകൽ സമയത്ത് ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. ദ ഗ്ലൂക്കോസ് ഫോംഡ് ത്രൂ ഫോട്ടോസിന്തസിസ് ഈസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. അതായത് ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്? ഒന്ന് ഗ്ലൂക്കോസും മറ്റൊന്ന് ഓക്സിജനും. ഈ ഉണ്ടാകുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പകൽ സമയത്ത് ഓക്സിജനെ പുറന്തള്ളുന്നുണ്ട്. അതുപോലെ പിന്നീട് ഉണ്ടാകുന്ന ആ ഒരു ബാലൻസ് ആയിട്ട് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്താണ്? അന്നജമായിട്ട് സ്റ്റാർച്ചായിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നു. പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് ആർ ഹെൻസ് നോൺ ആസ് ഓട്ടോട്രോപ്സ്. പ്ലാന്റ്സ് അവയുടെ ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ ഓട്ടോട്രോപ്സ് അഥവാ സ്വപോഷികൾ എന്ന് വിളിക്കുന്നു. സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നവയെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓട്ടോട്രോപ്സ് അഥവാ സ്വപോഷികൾ. അപ്പോൾ പ്ലാന്റ്സ് ഓട്ടോട്രോപ്സിന് ഒരു എക്സാമ്പിളാണ്. കംപ്ലീറ്റ് ദ ബോക്സസ് ഗിവൺ ബിലോ. താഴെ ഫോട്ടോസിന്തസിസിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് കാർബൺ ഡയോക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സഹായത്തോടെ 2 പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഒരു 2 പ്രൊഡക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ്. ഒന്ന് ഗ്ലൂക്കോസ്, മറ്റൊന്ന് ഓക്സിജന്. ഗ്ലൂക്കോസ് എന്താവുന്നു? ഗ്ലൂക്കോസിനെ അന്നജമാക്കി സംരക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ ഓക്സിജനെ പകൽ സമയത്ത് പുറന്തള്ളുന്നുമുണ്ട്. ഫാക്ടേഴ്സ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ഫോർ ഫോട്ടോസിന്തസിസ്. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങളാണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ. അതായത് കാർബൺ ഡയോക്സൈഡ് വേണം, ജലം വേണം, സൂര്യപ്രകാശം വേണം, ഹരിതകം എന്ന ആ വർണ്ണവസ്തു കൂടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് സസ്യങ്ങൾ ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്നത്. ഹൗ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദീസ് തിങ്സ്? എവിടെ നിന്നാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്? റൂട്ട് അബ്സോർബ് വാട്ടർ കണ്ടെയ്ൻ സോൾട്ട്സ്. അതായത് വേരുകൾ മണ്ണിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നു. ഈ ജലത്തിലൂടെ എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? ലവണങ്ങൾ ലഭിക്കുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡ് എൻറ്റേർഡ് ദ ലീഫ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ത്രൂ ഓപ്പണിംഗ് കോൾഡ് സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്ലാന്റിൻ്റെയും ലീവ്സിൽ അവയുടെ ഇലകളിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിലും ചെറുതായിട്ടായിരിക്കും ആ ഒരു സുഷിരങ്ങൾ ഉണ്ടായിരിക്കുക. ഈ ഒരു സുഷിരങ്ങളിലൂടെ ആയിരിക്കും ഇലകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ ഓക്സിജനെ പുറന്തള്ളുന്നതും. മൂന്നാമതായിട്ട് ദ സൺ ഗീവ്സ് ലൈറ്റ്. സൂര്യന് എന്ത് കൊടുക്കുന്നുണ്ട്? പ്രകാശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ് സൂര്യപ്രകാശം. ആൻഡ് ഫോർത്ത് വൺ, ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റഡ് ഇൻ ദി ലീഫ്. ഇലകളിൽ എന്തുണ്ടായിരിക്കും? ഇലകളിൽ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും, അതായത് ഹരിതകം ഉണ്ടായിരിക്കും. ഈ ഒരു ഹരിതകത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇലകൾക്ക് പച്ചനിറം ലഭിക്കുന്നത്. അപ്പോൾ ഹരിതകത്തിൻ്റെയും സൂര്യപ്രകാശത്തിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും അതുപോലെ തന്നെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന ആ ഒരു ജലത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് പ്രകാശ സംശ്ലേഷണം അഥവാ സസ്യങ്ങൾ ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്നത്. ഈ ഒരു പ്രക്രിയയെ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു.
ഈ ഒരു പോയിന്റ്സിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ സ്റ്റൊമാറ്റോയുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അതായത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദീസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്ക് പ്ലേസ് ത്രൂ സ്മോൾ പോർസ് ഇൻ ലീവ്സ്. ഇവ എന്തിലൂടെയാണ് പുറന്തള്ളുന്നതും അതുപോലെ തന്നെ അകത്തേക്ക് സ്വീകരിക്കുന്നതും? ചെറിയൊരു ദ്വാരത്തിലൂടെയാണ്. ഇലകളിലുള്ള ചെറിയൊരു ദ്വാരത്തിലൂടെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നതും ഓക്സിജനെ പുറത്തേക്ക് കളയുന്നതും. ദീസ് പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റോ. ഈ ഒരു ചെറിയ സുഷിരത്തിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ ഇലകളിലുള്ള ഈ ഒരു ചെറിയ ദ്വാരത്തിലൂടെയാണ് സസ്യങ്ങൾ അവയിലുള്ള ജലബാഷ്പമൊക്കെ അന്തരീക്ഷത്തിലേക്ക് റിമൂവ് ചെയ്യുന്നത്. ദേ ഓൾസോ റിലീസ് വാട്ടർ ഫ്രം പ്ലാന്റ്സ് ടു ദ അറ്റ്മോസ്ഫിയർ. ഇന്നത്തെ ക്ലാസ് നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ നോ ദ പ്ലാൻ വേർഡ് ക്ലോസ്ലി എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മൈലേജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. ബൈ.